ഹലോ വാ, അമ്മന്റെ വഴക്കുറയും. നമുക്ക് അകത്തോട്ട് പോവാം. ഞാനെ വിളക്കിറക്കിയെന്ന് ആരോടും പറയരുത് കേട്ടോ. ആരോടും പറയില്ല കേട്ടോ, ആരോടും പറയില്ല. വെള്ളത്തിലിറങ്ങിയായിരുന്നോ? ആരാ പാർക്കുഞ്ഞമ്മയാണോ? പാർക്കുഞ്ഞ അടയ്ക്കട്ടെ. 2 അടി കൊടുക്കണോ 3 അടി എടുക്കണോ? 5 എണ്ണം കൊടുക്കണോ? 5 എണ്ണം കഴിച്ചിട്ട് ഇങ്ങനെ 2 എണ്ണം കൊടുത്താൽ മതി. ആ കൈ നീട്ട്, പാറു കൈ നീട്ട്, വലത്തെ കൈ നീട്ട്, കൈ നീട്ട്. വെള്ളത്തിൽ കളിക്കരുത് കേട്ടാ. കുഞ്ഞിനെ കൊണ്ടുവരുന്നത് കേട്ടോ വെള്ളത്തില്. കളിക്കോ ഇനി? രാവിലെ അതെന്തോടി രാവിലെ വന്നാ ചോദിക്കുക എന്താ രാവിലെ വന്നേന്ന്, ഈശ്വര. ഉച്ചയ്ക്ക് വന്നാ ചോദിക്കുക എന്താ ഉച്ചയ്ക്ക് വന്നേന്ന്, വൈകിട്ട് വന്നാ ചോദിക്കുക എന്താ വൈകിട്ട് വന്നേന്ന്. ഇത് എന്തോ അപ്പനെ രാത്രി വന്നാ ചോദിക്കും രാത്രി എന്താ വന്നേന്ന്. കൊച്ചേ മിണ്ടാ ഉറങ്ങണം ഇരുന്നോണം കേട്ടാ. വന്നോടനെ തുടങ്ങിയിട്ടുണ്ടല്ലോ. നല്ല പരുവത്തിലാണല്ലോ അവര്. ദേഷ്യം ഉണ്ടാരോടെങ്കിലും? ഞാൻ നിന്റെ അച്ഛനെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നതാ. അയ്യോ, അച്ഛനെന്ത് പറ്റി? അച്ഛനെന്ത് പറ്റി? അച്ഛനെവിടെ? അച്ഛൻ എങ്ങോട്ടാ പോയി? അതുമല്ല, അച്ഛനെ കൊണ്ട് ആശുപത്രി പോയിട്ട് അച്ഛനെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ എങ്ങോട്ട് പോയെന്ന്. എന്നിട്ട് അമ്മ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്തോന്ന് അമ്മ ഇങ്ങനെയൊക്കെ പറയടാ? രാവിലെ കോലായി വന്നിരുന്നപ്പം മുതൽ ചുമയോട് ചുമ. ഇന്നലെ രാത്രി വായി നാക്കിടാതെ ചുമയ്ക്കുമായിരുന്നു. രാവിലെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് മരുന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു നീ അങ്ങ് വീട്ടിലോട്ട് പൊക്കോളാൻ. എന്നിട്ട് എന്നോട് പറഞ്ഞു തീർന്നതുമല്ല, ഒരു ഓട്ടോ വിളിച്ച് കൃഷി ഓഫീസിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി. പിന്നെ ഞാനൊരു ഓട്ടോ വിളിച്ച് ഞാൻ ഇങ്ങോട്ടിങ്ങ് പോരുന്നു. അതുകൊള്ള അമ്മ എന്നിട്ട് ഇങ്ങോട്ട് പോന്നാ? അയ്യോ, നിന്നെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ച് വന്നതാ. ഇപ്പൊ അതും കുഴപ്പമായോ? അതല്ലമ്മ, അച്ഛന് വയ്യാത്തല്ലേ, വയ്യാത്ത അച്ഛനെ അങ്ങനെ വിട്ടിട്ട് പോകുന്നത് കൊണ്ട് പറഞ്ഞതാ. അതിപ്പോ കൃഷി ഓഫീസിൽ പോയിട്ട് അങ്ങനെ അങ്ങ് വന്നോളൂ. വന്നോളൂ അല്ലേ? 2 വർത്താനം പറഞ്ഞിട്ട് പോകത്തോളല്ലേ അമ്മമ്മ? കൊച്ചേ മിണ്ടാതെ ഉറങ്ങണം ഇരുന്നോണം കേട്ടാ. കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ലമ്മ. അമ്മ വന്നോടനെ ഒരു താണ്ഡവം ഉണ്ടല്ലോ, അത് ഓർത്തിട്ട് കൊച്ചു പറഞ്ഞതാ. ഉണ്ട്. എന്തി അവനെവിടെ? ബാലു ജോലിക്ക് പോയി. ഞാൻ ബാലുവിന്റെ കാര്യമൊന്നും അല്ല ചോദിച്ചത്. പിന്നെ നിന്റെ അനിയൻ ചീക്കുട്ടൻ അവനകത്തുണ്ട്. എനിക്ക് അവനോട് 2 വർത്താനം പറയാനുണ്ട്. അപ്പൊ അടുത്ത അങ്ക അവിടെയാണോ? എന്താ? ഓ, ഇപ്പം ചേച്ചി അനിയനും അങ്ങ് ഒത്തു ഇല്ലയോ? അല്ല, ചേച്ചി അനിയനും ഒക്കെ ഉണ്ടേ. ഒത്തു. ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാൻ. ഞാൻ ഇത് കൊള്ളാം. അമ്മൂമ്മ. അമ്മമ്മ, അയ്യോ അത്ഭുതം. കേശുവേ, എടാ ലച്ചു എന്തേ? എന്തിനാണ് എല്ലാരും ഇവിടെ വിളിച്ചു കൂട്ടുന്നേ? തള്ളേ അമ്മൂമ്മ. തള്ളേ അമ്മൂമ്മന്നോ? തള്ളേന്ന് വിളിക്കുന്ന കേട്ടില്ലോടി? അയ്യോ, ആ തള്ളയല്ല, ഇത് അച്ഛന്റെ തള്ളേ. അത്ഭുത പ്രകടനം. എടി നീ അവനെ വിളിക്ക്. അച്ഛനെ? അച്ഛൻ ഇവിടെ ഇല്ല. കുട്ടുമാമനെ നിന്റെ. കുട്ടാമോയ്, മാമോയ്, മമ്മായോയ്, അമ്മാവിയോയ്, എന്തൊക്കെ ഭാഷയതേമേ ഈ പിള്ളേരെ വിളിക്കുന്നേ? അമ്മ അമ്മ എപ്പോ വന്നമ്മ? എന്തമ്മ നോട്ടത്തിലൊരു അതിർത്തി? അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന്. അയ്യോ, എവിടെ? ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്? ആര് കൂടെ ഇരിക്കണമ്മ? ഞാൻ പറഞ്ഞു തീരട്ടെ, അതിന് മുമ്പ് കടന്ന് ചാടല്ലേ. വനവനെ ഇച്ചിരി ചാട്ടം കൂടുതലാണ് ഇറക്കല്. അത് സത്യം ചേച്ചി. ഗൾഫിലായിരുന്നപ്പോ ഇത്ര പ്രശ്നമില്ലായിരുന്നു, ഇവിടെ വന്നിട്ടാണ് ഇത്ര ഓവർ. അത് മാത്രോ എന്ത് ദേഷ്യമാണ്, നമുക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റില്ല, അപ്പൊ തന്നെ ചാടി കടിക്കാൻ വരും. സത്യം. ഇപ്പൊ അച്ഛനേക്കാളും മോളാണ് കുട്ടുമാമൻ. അച്ഛന്റെ അടുത്ത് നിൽക്കാൻ പിന്നെയും കുഴപ്പമില്ല, കുട്ടുമാമന്റെ അടുത്ത് നിൽക്കാൻ പോലും പറ്റൂല. അടിക്കാൻ നിക്കണോല്ലേ നിക്കണത്. ചേച്ചിക്കൊന്നും പറയില്ലേ? ഞാൻ പറയാം. അല്ല പറ, അപ്പൊ റൗണ്ട് പൂർത്തിയാവും. ഞാൻ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കാം. നീ കഴിഞ്ഞ് ലച്ചു കഴിഞ്ഞ് ശിവ, അത് കഴിഞ്ഞ് ഗൗരി, അങ്ങനെ അങ്ങനെ കറങ്ങിക്കൊണ്ട് ഞാൻ ഗൾഫിൽ നിന്ന് ഇവിടെ വന്നു. അന്ന് മുതൽ എന്നെ എല്ലാരും കൂടെ ആയിട്ട് കുത്താൻ തുടങ്ങിയതാണ്. ഗൾഫിലെല്ലാം നിന്നാ മതിയായിരുന്നു. മതിയായിരുന്നു. ഗൾഫിലായിരുന്നപ്പോഴേ ഒന്നും അറിയണ്ടല്ലോ. എടാ, ഇപ്പൊ നിന്റെ അച്ഛൻ ഹോസ്പിറ്റലാന്ന് പറഞ്ഞിട്ടേ നിനക്ക് ആ വിവരം ഒന്നും ചോദിക്കണ്ടല്ലോ. അങ്ങനെ ചോദിച്ചോണ്ടിരുന്നപ്പോഴല്ല എല്ലാരും കൂടെ വഴി തിരിച്ചങ്ങ് വിട്ടത്. നീ അല്ലെങ്കിൽ തന്നെ വഴി തെറ്റല്ലേ നടക്കുന്നത്. നീ എവിടെ വരെ പോവാന്ന് എനിക്കൊന്ന് കാണണം. ഇതിപ്പോ എവിടെ നിന്ന് ആകാശത്ത് പൊട്ടി വീണാ? ഒന്നാമത് മഴ പെയ്ത് ഭയങ്കര ശബ്ദം. ഇവിടെ അതിന്റെ നിന്റെ അലർച്ച. ഇത്രയും പ്രായമായിട്ട് നിന്റെ തൊണ്ടയ്ക്ക് ഒരു എവിടെ കേക്കാം? നീ ഇപ്പൊ എവിടുന്ന ശങ്കര കെട്ടും പൊട്ടിച്ചോണ്ട് വന്നേ? കെട്ടും പൊടിച്ചോണ്ട് വന്നെന്നാ? ഞാനൊരു കാര്യം പറയാം, നീ ഒരു കലയാ പിടിയേ. എന്റെ വായിരിക്കുന്നു ഒന്നും കേക്കരുത് കേട്ടാ. അയ്യോ എന്റെ പൊന്നമ്മ,
ഇനി നിങ്ങൾ രണ്ടും കൂടെ തുടങ്ങല്ലേ. ഞാൻ ഒരു കണക്കിന് എല്ലാം കൂടെ കരക്കടിപ്പിച്ച് കൊണ്ടുവരാം. അതിനിടെ കൂടെ പൊത്തിയാടി വരാൻ രണ്ടുപേരും കൂടെ. അത് തന്നെ എല്ലാരും ശാന്തമാകും. ഇവിടെ ഇപ്പൊ ശരിക്കും എന്തിനാണ് പ്രശ്നം? ശരിക്കും ഇവിടെ എന്തിനാണ് പ്രശ്നം? എടാ അച്ഛന് വയ്യടാ, വണ്ടി വിളിയടാ. അച്ഛന് വയ്യേ? എടാ എന്റെ അച്ഛന് വയ്യാന്ന് വണ്ടി വിളിക്കാൻ നിന്റെ അപ്പൂപ്പന്. ഓ അപ്പൂപ്പന. ഓ അപ്പൂപ്പന്. എടാ നിന്റെ അപ്പൂപ്പന് വയ്യാതാണെന്ന് നിനക്കൊന്നും തോന്നുന്നില്ലേ? അയ്യോ എന്റെ കുട്ടികളെ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ. എന്നിട്ടാണ് നീ ഇവിടെ കിടന്ന് ഈ തിരുവാതിര കളി കളിക്കുന്നത്? ശങ്കരൻ ഇവിടെ കിടന്ന് ഓട്ടം തുള്ളലല്ലേ കാണിക്കുന്നേ? അച്ഛൻ എവിടെയോ വയ്യാതെ കിടക്കുന്നു, എല്ലാരും കൂടെ ഇവിടെ കിടന്നു ഓട്ടം തുള്ളും തിരുവാതിര കളിക്കാടാ. ആവാൻ തുടങ്ങിയല്ലോ. എടർക്കാം അച്ഛൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ച് തിരിച്ചു വരുന്ന വഴിക്കേ എങ്ങോട്ടോ പോയി. എങ്ങോട്ട് പോയി? കാശിക്ക്. ചേച്ചി ഇവിടെ ഇറങ്ങി പോയിടാ. എങ്ങോട്ടാന്ന് വെച്ചാ. അല്ല നീല അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പോകാൻ പറഞ്ഞത് ആരും ഉദ്ദേശിച്ചേ? നമ്മളെ തന്നെ അല്ലാതെ അറിയാ. എന്തോ നമ്മ ഇത് പാവം ചേച്ചി, ഇവിടെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഓഫീസിലെ കാര്യങ്ങള്, കല്ലുന്റെ കാര്യങ്ങള്. കല്ലുന്റെ കാര്യവും അവളുടെ അമ്മയെ ഞാനിവിടെ ഉള്ളപ്പോ അവളുടെ എന്ത് കാര്യം നോക്കാൻ. എന്താ രണ്ടിനും വായുകുളി പോലൊന്നും വേണോ? കിട്ടുവോ? കിട്ടരട്ടാ. വേണ്ട. അമ്മായി എടേ അതൊരു ഫ്ലോയില് പറഞ്ഞു പോയത്. ഇനി കല്ലിന്റെ കാര്യം നമുക്ക് നോക്കാം. സെറ്റ്. ഇവിടെയാണെങ്കിൽ അച്ഛന് വയ്യാതെ കാര്യങ്ങളൊന്നും നടക്കണില്ല. ശ്രീ അങ്ങോട്ട് പോയിക്കോണം. പിന്നെ ഇങ്ങോട്ട് വരല്ലേ. അങ്ങോട്ട് പോകുന്ന ഞാൻ എനിക്ക് അങ്ങോട്ട് പോയല്ല, ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിട്ടാണ് ഇരുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് പോയി ഞാൻ അങ്ങോട്ട് പോകും. എന്ത് തോന്നി. ചേച്ചി അത് ശരിയായില്ലല്ലേ? എന്തോന്നു അകത്തോട്ട് കയറി പോയില്ലേ? അപ്പൊ ഒത്തില്ല. ശങ്കര ചേച്ചി അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അച്ഛനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യണോടാ. എന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്നൊക്കെ. വേണ്ട, ആരും ചെക്കപ്പിനൊന്നും കൊണ്ടുപോണ്ട. എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മ എന്തോ നമ്മ വഴക്കൂടാൻ വേണ്ടി മാത്രമാണോ പറഞ്ഞേ? നീയോ ഇവളോ ഇന്നലെ അങ്ങോട്ട് വിളിച്ചായിരുന്നോ? ചേച്ചി വിളിച്ചായിരുന്നല്ലോ. ഞാൻ വിളിച്ചില്ല. നീ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചില്ല. ഞാൻ വിചാരിച്ചു ചേച്ചി വിളിച്ചായിരിക്കും. അതുകൊള്ള നീ വിളിച്ചായിരിക്കും ഞാൻ വിളിക്കാണ്ടിരുന്നേ. നിർത്തിയ മെനിഞ്ഞാന്ന് നീ വിളിച്ചായിരുന്നോ? മിനിഞ്ഞാന്ന് പിന്നെ അവൻ വിളിച്ചിട്ടുണ്ടാവും വിചാരിച്ചു ഞാൻ വിളിച്ചില്ല. ഞാൻ വിളിച്ചില്ല. മിനിഞ്ഞാന്ന് ചേച്ചി വിളിച്ചില്ലായിരുന്നു. ആ നിങ്ങൾ രണ്ടുപേരൂടെ അങ്ങോട്ട് വിളിച്ചോ ഇങ്ങോട്ട് വിളിച്ചോ എന്നും പറഞ്ഞോണ്ട് ചോദിച്ചോണ്ടിരുന്നാ മതി. അവിടെ ആർക്കെങ്കിലും വയ്യാതെ വന്നാലേ എടാ ആരെങ്കിലും ഉണ്ടോടാ ഒന്ന് നോക്കാനേ. അല്ല നിനക്ക് വിളിച്ചൂടെ? പിള്ളേർക്ക് വേറെ ജോലിയുണ്ട്. നീ വിളിച്ചോ? ഇല്ല, എനിക്ക് അവിടെ ജോലിയൊന്നുമില്ല. ഞാൻ ഈ വയ്യാത്ത കാലം വെച്ചോണ്ടേ അടുക്കളയിൽ കിടന്നുകൊണ്ട് ഇക്ഷ എണ്ണ എത്ര വരച്ചോണ്ടിരിക്കുവാ. അമ്മ ഇക്ഷ എണ്ണ ഇത്രയാണ്. ഇത്രയല്ല, ഇത്രയും ഉണ്ട്. കാരണം ഇപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കാലില് പോലും കുരു കൂടി. എന്റെ വായിന്നൊന്നും കേക്കല്ലേ കേട്ടാ. പ്രശ്നമൊന്നും ഇല്ലല്ലോ. അമ്മൂമ്മ ആദ്യം എന്തെങ്കിലും കഴിക്കും. ചായ കൊടുത്താരെങ്കിലും. അമ്മ ദോശ ഉണ്ടാക്കി തരട്ടെ? ദോശ അല്ലാതെ വേറെ എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ അമ്മ പറ. ഇപ്പൊ ഉണ്ടാക്കി തരാം. അമ്മ പറയാം. അമ്മ അയ്യോ എനിക്ക് വേണ്ടി ആരും ഒന്നും ഉണ്ടാക്കണ്ട. അമ്മ എന്തോ നമ്മ ഈ പറയണേ. ഒന്നാമത് ഈ വീട്ടില് ഒരു ജാതകൾ ആൾക്കാരുണ്ട്. എല്ലാരെയും കൂടി ഞാൻ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് നമ്മളിവിടെ നിൽക്കണമുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞാണ്. പോവാ എന്തോന്നാ നിനക്ക് വല്ലാത്ത അസുഖം കേട്ടാ. പറഞ്ഞോളൂ ഇത് എന്തോന്ന് ഈ അടുക്കളയിൽ എന്താണെന്ന്. എത്ര പേരാണ്? ഒന്ന് പോയാ എല്ലാരും കൂടെ ഒന്ന്. അതെ പിള്ളേരാടാ ആദ്യം നീ ഇറങ്ങ്. ഓഹോ അങ്ങനെയായി. ബാക്കിയുള്ളവരും കൂടെ അങ്ങ് പോയി. എന്തിനു ഇവിടെ അയക്കുന്നത്? പോയി പോവട്ടെ. ഭവാനിയെ നീ എന്ന് പോണെന്ന്? ഞാൻ പൊക്കോളാം. ശങ്കരൻ എങ്ങനെ അവിടെ വന്ന് പെട്ടത്? മോളങ്ങ് നാട് വന്നു. അവളെ തിരിച്ചു കൊണ്ടാക്കാൻ ചാർജ് വന്നു. ഇനി അണ്ണനെ കൊണ്ടാക്കാൻ ആരെങ്കിലും കൂടെ പറയേണ്ടി വരുമോ? ഞാൻ പോന്നു. ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. അതാ നല്ലത്. അച്ഛൻ ഇപ്പൊ കൃഷിഭവനിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ടാവും. അല്ല അമ്മ പോകാൻ വേണ്ടി പറഞ്ഞല്ല, അച്ഛൻ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോണമല്ലോ എന്ന് വെച്ച് പറഞ്ഞതാ. ഓ ഞാൻ പൊക്കോളാവേ. നിങ്ങൾ ചേച്ചി അനിയനും കൂടെ സന്തോഷമായിട്ടങ്ങ് ഇരുന്നാ മതി. ഓഹോ അതായ കുഴപ്പം. അതല്ല ശങ്കര, വല്ലപ്പോഴും ഒന്ന് വിളിക്കണ്ടായോ? മാസത്തിൽ 3-4 തവണ അവിടെ വന്നോണ്ടിരുന്നതാ. ഇപ്പൊ അനിയൻ വന്നതിന് ശേഷം അങ്ങോട്ടൊരു വരവും ഇല്ല, വിളിയില്ല, പറയില്ല. അമ്മ പറഞ്ഞത് സത്യം തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ അമ്മയ്ക്ക് എന്റെ അവസ്ഥ അറിയാൻ മേലാത്തോണ്ട് ഇങ്ങനെ പറയണേ. അമ്മ ഇപ്പൊ ഓഫീസിലേ മുമ്പായിരുന്നേ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവരെന്നെ പിടിച്ച് മാനേജർ കൂടെ ആക്കി. ഒട്ടും സമയം കിട്ടില്ലായിരുന്നേ. ചേച്ചി എത്ര തവണ പറഞ്ഞാണ് അച്ഛനും അമ്മ എടുത്ത് ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട്? നിൽക്കണില്ലല്ലോ. നമുക്ക് എന്തോന്ന് ചെയ്യാൻ പറ്റും? പിന്നെ അവിടെ ആ കൃഷിയും കാര്യങ്ങളും വസ്തുവും വകയും വീടും എല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കാം ഇല്ലയോ? ആളുണ്ടെങ്കിലേ വീടും പുരകടയും കൊണ്ട് കാര്യമുള്ളൂ. പരമ്പരാഗതമായിട്ട് കിട്ടിയതാ, നഷ്ടപ്പെടുത്താനേ എളുപ്പമാ. ചിലരൊക്കെ ഞങ്ങളുടെ കാലം കഴിയാൻ നോക്കിയിരിക്കുക എല്ലാം വിറ്റ് തൊലയ്ക്കാനായിട്ട്. ഇനി ഇവിടെ ഒന്നും ശരിയാവത്തില്ല. ഞാൻ പോവാ.
അതുമല്ല അമ്മ എന്ത് വർത്താനം പറഞ്ഞിട്ട് പോയത്? നിങ്ങൾ കാറ്റ് വീശുന്നിടത്തൊന്നും വേലയിട്ടാ നിൽക്കരുത്. ഭവാനി 4 ചുറ്റും വീശുന്ന കാറ്റാണ്. വെറുതെ വേലയിട്ടിട്ട് കാര്യമില്ല. ഇവിടെ എന്ത് വിശേഷം? ആ, വലിയൊരു വിശേഷം വന്നിട്ടുണ്ട്. പടവലത്തെ അമ്മൂമ്മ. അമ്മൂമ്മ ഒന്നും അറിയാലോ. ലച്ചേ അമ്മൂമ്മ എന്തേ? അങ്ങോട്ട് പോയി. നിങ്ങളൊന്നും സംസാരിക്കാൻ പോണ്ട. നിങ്ങൾ വല്ലതും പറയണമെങ്കിൽ അവിടെ 10 പറയും. അമ്മൂമ്മ എന്ത് പറഞ്ഞെന്ന്? അപ്പൊ പിന്നെ അമ്മയുടെ കാലം കഴിയാൻ വേണ്ടി കാത്തിരിക്കണെന്ന് എല്ലാം വിറ്റു വിലകെ. ആര്? നമ്മളൊക്കെ തന്നെ. അയ്യേ, അമ്മൂമ്മ അങ്ങനെ പറഞ്ഞാ? ഇപ്പൊ ശരിയാക്കി. അയ്യോ ലജ്ജിത, ലജ്ജു, മുമ്പ് ഓർക്കാൻ പോവേണ്. ലച്ചു അമ്മൂമ്മ, നീ ആരാടി എന്നെ അധികാരത്തിൽ വിളിക്കാനേ? ഇപ്പൊ ഒന്നും മിണ്ടാൻ നിക്കണ്ട, അമ്മൂമ്മ കലിപ്പില്ല. അമ്മ ഇവിടെ ഇതിവിടെ അമ്മ എന്ത് വർത്താനം പറഞ്ഞിട്ട് അമ്മ പോകുന്നത്? അമ്മയുടെ അച്ഛനെ കാലശേഷം എല്ലാം വിറ്റുവലക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കാണെന്നോ? അത് കൊള്ളാലോ. ഇതുവരെ ഭാഗം വെക്കേണ്ട കാര്യം നിങ്ങൾ താല്പര്യപ്പെട്ടിട്ട് പോലും ഞങ്ങൾ താല്പര്യപ്പെട്ടിട്ടില്ല. ഇത് കാരണം എന്റെ പിള്ളേരെ കാര്യം അതോതി ആയില്ലേ. ഏത് പിള്ളേർ ആരെ കാര്യം പറയണേ? എന്റെ ബാലുവിന്റെ കാര്യം പറഞ്ഞത്. പാവം പിടിച്ച അച്ഛൻ രാവെന്നോ പകലെന്നോ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ കിടന്ന് കഷ്ടപ്പാട് വിടുകയാണ്. കഷ്ടപ്പാട് പെടാപ്പാട് വിടുകയാണ്. എന്നിട്ട് ആർക്കെന്താ പ്രയോജനം ഇപ്പൊ? അമ്മ പിന്നെ അല്ലാണ്ട് ചേച്ചി, അമ്മയുടെ ദേഷ്യം മാറ്റാനേ. ആർക്കാടി ദേഷ്യം? അല്ല, സങ്കടം മാറ്റാനേ. ആർക്ക് സങ്കടം? ഇവിടെ ആർക്കും സങ്കടമൊന്നുമില്ല. ഇതും ഒരു നടക്കൊന്നും പോകില്ല. ശങ്കര, നീ വന്ന വഴിക്ക് ആര്യനായിട്ട് പോവാൻ നോക്കിയേ. നീ വടവെളുത്തി പോവാൻ നോക്ക്. എങ്ങനെയാണ് അമ്മ ഒന്നും ഉണ്ടായിരിക്കും. ഈ കൊച്ചെന്തോ പറയാൻ അതിന്റെ ഇടയ്ക്ക് വന്നായിരുന്നു. എന്തായാലും ചേച്ചി, പടവലത്ത് പോണ കാര്യം നമുക്ക് എല്ലാവരും കൂടി 2 ദിവസം പടവലത്ത് പോയിക്കാം. അപ്പൊ അമ്മയുടെ ദേഷ്യം അങ്ങ് മാറും, അച്ഛനും അമ്മയ്ക്ക് സന്തോഷമാവും. വേണമെങ്കിൽ അച്ഛനെ കൊണ്ടുപോയി ഒരു ഫുൾ ബോഡി ചെക്കപ്പ് അങ്ങ് ചെയ്യാം. അത് നല്ല കാര്യം. അയ്യോ, ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ആരും അങ്ങോട്ട് വരണ്ട. അച്ഛനെയും അമ്മയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് ഫാഷൻ ഷോ കാണിക്കാൻ അങ്ങോട്ട് ആരും വരണ്ട. എന്ത് വർത്തനം അമ്മ പറഞ്ഞിട്ട് പോണത്? ജിബിളെന്തിന് കുളക്കോഴി ഓടുമ്പോൾ ഓടുന്ന എന്താ പൊന്നേ, ഒരു സമരക്കാര് മൊത്തം കയറി വന്നാലും ഒറ്റയ്ക്ക് നേടാൻ ഭയങ്കര ധൈര്യം തന്നെ. എന്റെ പൊന്നു കുട്ടിയണ്ണ, അണ്ണൊന്നും മിണ്ടായിരിക്കണ്ട. ഞാൻ മിണ്ടായിരിക്കാം. ഞാൻ ജനിച്ചം വരെ ഒന്ന് പോയിട്ട് വരട്ടെ. കുടിച്ചു കൂത്താടി കുടുംബം കുളം തോടിയിട്ടും നിനക്ക് തൃപ്തിയായിട്ടില്ലല്ലേ? ഓ, പഴയത്തെ വസ്തു വിറ്റാണ് ഞാൻ കുടിച്ചതല്ലേ. ഞാൻ എന്റെ വസ്തു വിറ്റാണ് വിട്ടത്. നിനക്കല്ലേ നിർത്തണ്ണ നിർത്ത്. അണ്ണൻ വസ്തു എഴുതി വെക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് കുറച്ചു നേരത്തെ ഞാൻ മനസ്സിൽ വിചാരിച്ചത് എനിക്ക് ഓർമ്മ വന്നു. ചേച്ചി, വ്യക്തിപരമായിട്ട് എനിക്ക് പടവലത്ത് യാതൊരു അവകാശവുമില്ല. ഇനി രക്തബന്ധത്തിന്റെ പേരിൽ ആരെങ്കിലും എന്തോ കാശോ വസ്തുക്കളോ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതും എനിക്ക് വേണ്ട. ഗൗരി വാ എവിടെ വരെ? റൂമില്. ഞാൻ പറഞ്ഞില്ല. വരണ്ട, അവിടെ തന്നെ നിന്നോ? പറഞ്ഞില്ല. ആ വരണ്ട. എനിക്കറിയാം, കുട്ടു ഒറ്റയ്ക്ക് വന്നവനാണ്. ഒറ്റയ്ക്ക് തന്നെ നേരിടാനും കുട്ടുവിനറിയാം. നീ എന്താടേ സ്വയം പോവാ? അതെന്ത് പോവാ അപ്പൂപ്പ? പൂവല്ല മക്കളെ, പൂ. ആരുമില്ലാതെ സ്വയം ഉണ്ടായവൻ. അപ്പൊ നിനക്ക് അച്ഛൻ തരാമെന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപയും വേണ്ടായോ? വേണ്ട വേണ്ട വേണ്ട. കുട്ടുമാമൻ ചില സമയം ചില കാര്യമൊക്കെ പറഞ്ഞ അത് പറഞ്ഞതായിരിക്കും. എന്റെ പൊന്നു ഭവാനി, നീ എന്തൊരു ഇരിപ്പിന് മരിച്ച വീടായത്. തലയില് കയ്യും വെച്ചോണ്ട് പിള്ളേരാണെങ്കിൽ ഇത് കാണിച്ചിട്ട് നീ പിള്ളേരെ വെറുതെ വിടുവോ? ആ അളിയ, നീ പൈസ തരാത്ത എന്താണ്? ആ നീ പറഞ്ഞ ഡേറ്റ് ഒക്കെ ഒരുപാട് കഴിഞ്ഞില്ലേ? അത്യാവശ്യമാണ് അതല്ലേ? ഞാൻ സുധീറിന്റെ അടുത്ത് കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട്. ആ നീ പെട്ടെന്ന് അറേഞ്ച് ചെയ്യും. ടൈറ്റാണ് അതുകൊണ്ടല്ലേ. ഓ ശരി, ആ മനസ്സിലായി. എന്നടാ? അതെ, നമ്മൾ ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്തേ പറ്റുള്ളൂ. ഇനി നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പാടില്ല. എടാ മോനെ, കയ്യിൽ കുറച്ച് കാശും ഇത്തിരി തലയെടുപ്പും കൂടെ നിൽക്കാൻ കുറെ ആൾക്കാരും ഒക്കെ ഉണ്ടാവുമ്പോഴേ ഇത്തിരി അഹങ്കാരമൊക്കെ കൂടും എന്ന് കരുതിയേ പത്തി ഒരുപാട് അങ്ങ് പൊക്കല്ലേ. കുറച്ച് താത്ത് കേട്ടോ, കേട്ടോ മോനെ. ശ്രീകുട്ടൻ ആരുടെ മുമ്പിൽ പത്തി വളർത്തിയിട്ടില്ല. ഇനി തൊട്ട് വളർത്താനും പോണില്ല.
നീ കൂടുതൽ വർത്താനം പറയല്ലേ. നീ അച്ഛൻ്റെ അടുത്താണെങ്കിൽ ഇതുപോലൊക്കെ സംസാരിക്കോ? അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചാൽ എന്താണ് കുഴപ്പം? ശ്രീകുട്ടാ മതി, നിർത്ത്, ഇത് വഷളാവും കേട്ടാ. ആ ആവട്ടെ. ശ്രീകുട്ട എല്ലാം കണ്ടു തന്നെയാണ് വളർന്നത്. ശ്രീകുട്ടന് ആരെടുത്തും അഹങ്കാരം കാണിക്കേണ്ട കാര്യമില്ല. നിലവും പരിചാരകരും പണിക്കാരും കരഭൂമിയും ഒക്കെ ഉണ്ടായിരുന്ന എൻ്റെ അച്ഛൻ ആരെടുത്തും അഹങ്കാരം കാണിച്ചിട്ടില്ല. അത് കണ്ടാണ് ഞാൻ വളർന്നത്. എനിക്ക് ആരെടുത്തും അഹങ്കാരം കാണിക്കേണ്ട കാര്യമില്ല. എൻ്റെ അച്ഛൻ അഭിമാനിയാണ്. അതേ അഭിമാനം എനിക്കുണ്ടമ്മ. ഇതുവരെ തീർന്നില്ലേ? ഇതങ്ങനെ ഇതൊന്നും തീരത്തില്ല. ഈ മാലപ്പടക്കം തിരികൊളുത്തിയാലുണ്ടല്ലോ, ആദ്യം തന്നെ മാലപ്പടക്കം, പിന്നെ അതിൽ അമിട്ട് ഗുണ്ട് ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടേ മാലപ്പടക്കം അടങ്ങത്തുള്ളൂ. കുട്ടേണ്ണൻ്റെ കുടുംബ മഹിമ ഒരു പ്രത്യേകതയല്ല. പക്ഷെ അതിനെ ഇടിച്ച് നിൽക്കണമെങ്കിൽ നമ്മുടെ തമ്പിയണ്ണൻ്റെ കുടുംബം പോലെയുള്ളവരായിരിക്കും. തോന്നറത്തല അതിൻ്റെ നടത്തവും ഭാവവും മട്ടും ഒക്കെ കണ്ട ശങ്കര, ഒരുമാതിരി വർത്താനം പറയല്ലേ. കുടുംബത്തെ പറഞ്ഞാലേ തല കൊയ്യുന്നവരാ ചോനറത്തലക്കാരും. പലകുയില് ശൂലം കുളിക്കാരും നടത്തിയിട്ടുണ്ട്. നീ എൻ്റെ മുമ്പ് ഉറഞ്ഞു തുള്ളല്ല ഭവാനി. അപ്പൊ പറഞ്ഞു വന്ന 2 കുടുംബക്കാരും നല്ല വൃത്തിയായിട്ട കുടുംബക്കാരായിരുന്നല്ലേ? ഗൗരി, അതെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അടി ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത്. ഇത് വല്ലതും കേട്ടോണ്ട് ഇനി അച്ഛൻ കയറി വരണം. ലാസ്റ്റ് ഇവിടെ തൃശ്ശൂർ പൂരം നടക്കും. അത് ശരിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളെ 2 പേരെയും പ്രസവിച്ചത് ഞാനാ. പക്ഷെ നിങ്ങൾ 2 പേരും ഒറ്റക്കെട്ട. ഞങ്ങൾ അച്ഛനെയും അമ്മയും ഒരു നിശ്ചിത അകലത്തിലാണ് നിർത്തിയേക്കുന്നത്. അമ്മ ഇത് എന്തോന്നൊക്കെയാ അമ്മ പറയണേ? അമ്മയെ പറഞ്ഞു എങ്ങോട്ട് കയറി പോണതമ്മ? ശ്രീകുട്ട, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് വിഷമമൊന്നും തോന്നരുത്. നീയും ഗൗരിയും കൂടെ അങ്ങ് പടവലത്ത് പോയി നിൽക്ക്, അതാ നല്ലത്. അമ്മ എന്താണ് ഈ വിളിച്ചു പറയണത്? ചുമ്മാ കുട്ടാമൻ ഇവിടെ നിർത്തി കൊതിപ്പിച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തെ തീരുമാനങ്ങൾക്ക് എന്തിനെടുക്കുന്നേ? ഞാൻ പറഞ്ഞത് നല്ല അർത്ഥത്തിൽ തന്നെ. അത് ശ്രീകുട്ടിന് മനസ്സിലായിക്കോളും. ഭവാനി, നീ ഈ കുടുംബം തുറച്ചിട്ടേ പോകൂളൂ അല്ലേ? മിണ്ടി പോവല്ലേ എന്ന് പറയാനേ ഞാൻ പടവലത്തല്ല നിൽക്കുന്നത്. ഞാൻ എന്റെ ചെറുക്കൻ ബാലുവിന്റെ വീട്ടിലാണ്, അറിയാം. ശ്രീ, ഇതാണ് ഞാൻ പറയണത്, നമുക്ക് പടവലത്ത് പോയി നിൽക്കാം. മമ്മായി മിണ്ടരിയടേ. ഇതൊക്കെ ഷോ. ഇനി ആരും പടവലത്തോട്ട് വരണ്ട. അങ്ങനെ ആരെങ്കിലും പടവലത്തോട്ട് വന്നാ ഞാനേ ചോനറത്തലേക്ക് പോകും. നീ എന്തോടെ അവിടെ ചെന്നിരിക്കുന്നേ? ഞാൻ എന്റെ കെട്ടിയോണ്ടടുത്തല്ലേ നിന്ന്. മതി നിർത്ത്. ഞങ്ങൾ ഇവിടെ നിൽക്കണില്ല, പടവലത്ത് നിൽക്കണില്ല. വേറെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. ബായ്. ഓ അല്ല കുട്ടോമ്മ, ആ എല്ലാരും കൂടെ വരെയാണ്. പോ പിള്ളേർ, നിങ്ങൾ അങ്ങോട്ടെങ്കിലും പോ. ചേച്ചി ബിസിനസ് ഇവിടെ പ്ലാൻ ചെയ്തു പോയി. ഇവിടെ സിറ്റി വിട്ട് വെളിയിൽ പോകാനായിട്ട് പറ്റൂല. പിന്നെ കാശിന്റെ കാര്യം അത് ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തോളാം. അച്ഛൻ്റെ 15 ലക്ഷവും നിന്റെ 10 ലക്ഷം എനിക്ക് വേണ്ട. ഇത്രയും നാൾ ഞാൻ ഒറ്റ ചെയ്യാനാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ അങ്ങ് ചെയ്തോ. എന്തൊരു പരിപാടി മമ്മ, ഒന്നും പറ്റൂല. നമ്മള് പ്ലാൻ ചെയ്തതാണ്. ഞാൻ തരുന്ന പൈസ നീ വാങ്ങിക്കില്ലേ? പറടാ, പറ. വാങ്ങിക്കൂല? നീ വാങ്ങിക്കൂലടാ? ഞാൻ വേറെ അറേഞ്ച് ചെയ്തോളാന്ന്. അറേഞ്ച് ചെയ്യോ നീ? അറേഞ്ച് ചെയ്. പിന്നെ അതോടുകൂടി തീർന്ന് വേറെ എന്റെ മുന്നിൽ പോലും വന്നേക്കരുത്. അപ്പൊ നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു അല്ലേ ചേച്ചി? കണ്ടാടി പിള്ളേരെ സ്നേഹം കണ്ട നീ പിള്ളേരെ തെറ്റിക്കുമല്ലേ? അയ്യോ, ആയ കാലത്തുണ്ടായിരുന്ന മൊത്തം വെള്ളം അടിച്ച് നശിപ്പിച്ചിട്ട് അവസാനം തങ്കത്തിന്റെ പേരിലുള്ള വസ്തു കൂടെ കൊണ്ടുവന്ന് നശിപ്പിച്ചു. എന്നിട്ട് ന്യായം പറയുന്ന കേട്ടില്ലയോ? എന്തായാലും എല്ലാം വിറ്റ് തൊളിച്ചത് നന്നായി. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ പേര് കുറ്റം പറഞ്ഞേ അല്ല? അപ്പൊ പിന്നെയാണ് പറഞ്ഞത് എന്തായാലും ഞാൻ വിറ്റ് തുറച്ചില്ലേ? നീ അത് പറഞ്ഞത് എന്തൊരു തെറ്റ്? അത് കുഴപ്പമില്ല. അംഗീകരിച്ചില്ലത് നീ പിള്ളേരെ തെറ്റിക്കായിരുന്നാ മതി. ഇവന്റെ മതിൽ കെട്ടി അടക്കണം. നിനക്ക് സഹോദരിയുടെ പൈസ വേണം, ഞങ്ങളുടെ പൈസ വേണ്ട. ഇല്ലയോ? വേണ്ട ചേച്ചി, ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിൽ തെറ്റല്ലേ? വല്ലതും കിട്ടുന്നത് വാങ്ങിച്ചോണ്ട് പോടാ. അണ്ണ ഒന്ന് ചുമ്മാ ഇരിക്കണോ അണ്ണ അവിടെ? കുട്ടുവാമ്മ, അമ്മ പറയുന്നതൊന്നും കാര്യമാക്കണ്ട. ഇത് എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും വിളിച്ച് പറയുന്നതാണ്. ശബ്ദം മാത്രമേ ഉള്ളൂ, മനസ്സ് ശുദ്ധമാണ്. മൈൻഡ് ചെയ്യണ്ട. നിർത്തടി. എന്തോ നീ പറഞ്ഞേ? അമ്മമ്മയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ, മനസ്സ് ശുദ്ധമാണോ? നീയൊക്കെ ഇത്രയൊക്കെ വളർന്നോ അഹങ്കാരികളെ? എടാ, നിനക്ക് അച്ഛന്റെ 15 ലക്ഷം രൂപ വേണ്ട? ശ്രീ, കാര്യം അവിടെ എടാ, നീ ചോദിച്ചതിന് ഉത്തരം പറയടാ. അമ്മയ്ക്ക് അറിയാലോ ശ്രീകുട്ടനെ. ഞാൻ പടവൻ വീട്ടിലെ കുട്ടൻപിള്ളയുടെ മകനാണ്. അപ്പൊ അമ്മയ്ക്ക് ഒരു വിലയില്ലല്ലോ? സാരമില്ല. അമ്മയ്ക്ക് നല്ല വിഷമമായിട്ടുണ്ട്.
കുട്ടുവാമ ആ അകത്ത് പോയിരുന്ന് കരയുമായിരിക്കും. ഡേയ് അവളെ കാണുമ്പോൾ ഞാൻ ഓരോന്ന് പറയെങ്കിലും തള്ളന്മാരെ മനസ്സ് പ്രയാസപ്പെടുത്തണ്ട. ശ്രീകുട്ടാ ഡാ മതി കേട്ടാ, നീ വലിയ വാശിക്കാരൻ തന്നെയാ, സമ്മതിച്ച്. ആരും ഒറ്റ അക്ഷരം മിണ്ടി പോരുത്. നിനക്ക് 15 ലക്ഷം രൂപ വേണ്ടായോ? എടാ, ഇങ്ങോട്ട് വാടാ. നിനക്ക് 15 ലക്ഷം രൂപ വേണ്ട? ചേച്ചി അപ്പോ ശരിയായില്ല. ശരിയായില്ല. എനിക്ക് തോന്നി ശരിയായില്ല. കല്യാണം കഴിഞ്ഞപ്പോ നീ വലിയ പുരുഷനായില്ലയോ? ഇല്ലയോ? എടാ, കല്യാണം കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടല്ലോ, അമ്മമാർക്കും മക്കൾ എന്നും കുഞ്ഞുങ്ങൾ തന്നെയാ. നിനക്ക് കാശ് വേണോ? വേണോന്നാ? ഇത് നിനക്കൊരു പാടാ. എല്ലാരും കേട്ടില്ല? ഞാൻ നോക്കിച്ചാ ഞാൻ എന്തിരിയാണ്